ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഈ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്നത്തെ ദിവസത്തിനുണ്ടല്ലോ ഭയങ്കര ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഒരുപാട് എന്താ പറയുക, നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്തൊരു സംഭവം നടന്നൊരു ദിവസമാണ്. ഞങ്ങളുടെ ഈ ഒരു ഭാഗത്തുള്ള എല്ലാവർക്കും അങ്ങനെയാണ് കേട്ടോ. കുറേ സ്ഥലത്തൊന്നും അതിന് മുന്നേ തന്നെ പ്രശ്നമായതാണ്. നമുക്ക് 2018 ആ ഒരു കാലഘട്ടമാണ് കേട്ടോ ഞാൻ പറയണത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയണത്. ഇന്ന് സ്കൂളിൽ ഇൻഡിപെൻഡൻസ് ഡേയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടേക്ക് ബസ് വന്നില്ല. അതിന് തൊട്ട് മുന്നത്തെ സ്റ്റോപ്പിൽ ബസ് നിർത്തിയിട്ട് നിങ്ങൾ ഇറങ്ങി പൊക്കോ, ബസ് പോകില്ല മക്കളെ എന്ന് പറഞ്ഞു. വെള്ളമാണ്, പോകാൻ പറ്റൂല എന്ന് പറഞ്ഞ് നടന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞു. പക്ഷെ അപ്പം അതിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എനിക്ക് മനസ്സിലായില്ല, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒറ്റണത്തിൽ മനസ്സിലായിട്ടുണ്ടാവില്ല. ഞങ്ങളെ സംബന്ധിച്ചിട്ട് എല്ലാവരും കൂടി വർത്താനം പറഞ്ഞ് വെള്ളത്തിലൊക്കെ കാലിട്ടടിച്ച് നീന്തി കളിച്ച് ചിരിച്ചാണ് വരുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കണില്ല കേട്ടാ ഇവിടെ നിന്ന് മാറേണ്ടി വരും അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കണില്ല. പരിപാടിയൊക്കെ കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞപ്പോഴും വീട്ടിൽ അത്രയും അപ്പോഴും കറണ്ട് ഇല്ല. പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെ തോന്നില്ല. എല്ലാവരും ഞങ്ങളുടെ അറ്റത്ത് ഞങ്ങളുടെ ചൊല്ലിപ്പാലം വഴിയുണ്ട്. ആ സ്ഥലത്തൊക്കെ നിറച്ച് വെള്ളം കയറിയിട്ടുണ്ട്. സംഭവം കാണാൻ നല്ല ഭംഗിയുള്ള ഒരു നാടാണ് കേട്ടോ ഞങ്ങളുടെ. അത്യാവശ്യം പച്ചപ്പും കനോലിക്കാനൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ പേര് തന്നെ കാണാനായിട്ട് ഈ വെള്ളം കയറുന്നതൊക്കെ കാണാനായിട്ട് പള്ളി നച്ചം വരണ്, നാട്ടിൽ നിന്ന് പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണ്, ആ ഒരു കാര്യമാണ്. അപ്പം നമ്മളും അത് തന്നെയാണ് നോക്കിയത്. എന്നാ പിന്നെ ഒന്ന് കണ്ടിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് ചാടത്തുള്ളി വീട്ടുകാരൊക്കെ ആയിട്ട് ഞാനും മമ്മിയും ഒക്കെ പോയിട്ടാ. കൂട്ടുകാരായിട്ട് അങ്ങനെ കാണാൻ പോയി. മമ്മിയൊക്കെ പകുതി എത്തിയപ്പോഴത്തേനും തിരിച്ചു വന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഡാഡി വന്നിട്ടുണ്ട്. ഡാഡിയൊക്കെ അടക്കി പെറുക്കി വെക്കണം. സാധനങ്ങളൊക്കെ വേഗം വേഗം സ്പീഡിൽ കയറ്റുന്നത്. വാഷിംഗ് മെഷീന്, ചട്ടിയും കലവും പാത്രം, പുറത്തുള്ള സകലമാന ബക്കറ്റും സാധനങ്ങളൊക്കെ എത്ര മാക്സിമം കയറ്റാൻ പറ്റുമോ അത്ര സാധനങ്ങൾ കയറ്റുന്നത്. എന്നിട്ട് എൻ്റെ ആൻറ്റിയുടെ മോനുണ്ട്, ഷേലി ആൻറ്റിയുടെ മോൻ അപ്പു ഉണ്ട് ഇവിടെ. അപ്പു വന്നിട്ട് ഡാഡിനെ ഹെൽപ്പ് ചെയ്യാനാണ്. ഞങ്ങളുടെ വീട്ടിൽ മരം ഉണ്ടായിരുന്നു, മരം ഉറപ്പിച്ച് വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു. ഡാഡി ഒരു മരപ്പണിക്കാരനാണ്. അപ്പോൾ കുറച്ച് മരം അത് ചീത്തായി പോകാണ്ട് നോക്കണമല്ലോ. തേക്കിൻ്റെ മരത്തിൻ്റെ എന്തോ കുറച്ച് പീസുകളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ അവൻ ഹെൽപ്പ് ചെയ്ത് കയറ്റി. എല്ലാ സാധനങ്ങളും ഇങ്ങനെയൊക്കെയാണ് പറ്റാവുന്നതിൻ്റെ സാധനങ്ങളൊക്കെ കയറ്റി വെച്ച്. ഞങ്ങളുടെ സെറ്റിയുടെ എന്തുകൊണ്ടോ അങ്ങനെ തോന്നി, സെറ്റിയുടെ കുഷ്യനില്ല അതൊക്കെ എടുത്ത് ഒരു അലമാരിയുടെ പൊക്കത്ത് വെച്ച് TV എന്തൊക്കെ കയറ്റാൻ പറ്റുമോ അതൊക്കെ മാക്സിമം ഞങ്ങൾ കയറ്റാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കണില്ല. കട്ടിമേലുള്ള ബെഡിൻ്റെ അവിടേക്കൊക്കെ വെള്ളം വരുമോന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കണില്ല കേട്ടോ. അലക്കിയിട്ട ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ എന്തെന്ന് അറിയാമോ, അതൊക്കെ എടുത്തിട്ട് നമ്മൾ കട്ടിൻ്റെ മേളിൽ കൊണ്ടിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനൊന്നും വെള്ളം കയറും നമ്മൾ ആരും പ്രതീക്ഷിക്കണില്ല. എന്നിട്ട് ഇവിടുന്ന് കറണ്ടുകളൊക്കെ പോയി മെമ്പർ പറഞ്ഞ എല്ലാവരും ഇറങ്ങിക്കോ, അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം കയറും എന്നുള്ളൊരു ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ്. ആ സമയത്ത് ഞങ്ങളുടെ മെമ്പർ അടിപൊളിയായിരുന്നു, ശോഭേട്ടനായിരുന്നു. എല്ലാ കാര്യങ്ങളും ഓടി നടക്കണമായിരുന്നു. എന്നുവെച്ചാൽ ഓരോ ആൾക്കാരുടെ വീട്ടിൽ കയറി ഇറങ്ങി അവരവരുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കുന്ന ഒരു ഇതിലായിരുന്നു പുള്ളി. ഇവിടെ നിന്ന് കുറേ പേര് സെൻറ്റ് ജോസഫ് സ്കൂളിലേക്ക് ക്യാമ്പിലേക്ക് മാറിയവർ, കുറേ പേര് അങ്ങോട്ടേക്ക് മാറി, പലവരുടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാറി. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞങ്ങൾ എന്ത് ചെയ്ത്, എൻ്റെ ഡാഡിക്ക് 3 ബ്രദേഴ്സാണുള്ളത്. എൻ്റെ ഡാഡി ഇളയതാണ്. 2 ബ്രദേഴ്സ് ഉണ്ടല്ലോ. ഒരാൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ഒരാൾ അരിപ്പാലം ഭാഗത്താണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ 2 ഫാമിലീസ്, അത് എൻ്റെ ഡാഡിയുടെ ഫാമിലിയും വലിയ ഡാഡിയുടെ ഫാമിലിയും കൂടെ മറ്റു എല്ലാവരുടെ വീട്ടിലോട്ട് പോയി. അവിടെ ചെന്നപ്പോഴും കറണ്ട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ നമ്മുടെ കസിൻസൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്ക് അവിടെ നിൽക്കാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. വലിയ മമ്മി വലിയ ഡാഡിയുടെ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഉണ്ട്. നമ്മൾ പെരുന്നാളിന് മാത്രമൊക്കെയാണ് ശരിക്കും ഒരുമിച്ച് കൂടി അങ്ങനെ നിൽക്കണത്. ശരിക്കും വെക്കേഷൻ നിൽക്കാറുണ്ടായിരുന്നു, പക്ഷേ കൂടുതലും നമ്മൾ പെരുന്നാളിലാണ് ഫാമിലി എല്ലാവരുമായിട്ട് നിൽക്കണത്. ആരുടെ മനസ്സിലെ ടെൻഷൻ നമുക്ക് മനസ്സിലാവില്ലല്ലോ. നമുക്ക് പൂവുണ്ട്, ചുറ്റുണ്ട്, ചുറ്റന്മാരുണ്ട്. അയ്യോ എന്താ സന്തോഷം. ഒരു ദിവസം നിന്ന് 2ാമത്തെ ദിവസം പകുതിയായപ്പോഴത്തേനും നമുക്ക് അവിടെ നിന്നും പോണ്ടി വന്നു. അവിടെ വെള്ളം കയറില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ എന്നാലും അവിടേക്കും പ്രശ്നമായി. കാരണം ചിറ്റാ സമയത്ത് പ്രഗ്നൻ്റ് ആണ്, ഡെലിവറി ഡേറ്റ് ഏകദേശം അടുത്തിട്ടുണ്ട്, അങ്ങനെ ഉള്ള സിറ്റുവേഷൻ. അപ്പോൾ അഡ്മിറ്റ് ആവേണ്ട ദിവസം ആവാനായിട്ട് ഇനിയും ഒരാഴ്ച എങ്ങാണ്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും കാര്യം കൊണ്ട് അവിടേക്ക് എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. വേദനയൊക്കെ വന്ന് എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് കാരണം എന്ത് ചെയ്ത് നേരെ അഡ്മിറ്റായി. ഞങ്ങളപ്പോൾ കൽപ്പറമ്പിൽ ഒരു സ്കൂളുണ്ട്, അവിടെ എല്ലാവരും കൂടി ക്യാമ്പിലോട്ട് അങ്ങോട്ട് പോയി. ഭയങ്കര ശോകം വരുന്ന അവസ്ഥ. കാരണം നമുക്ക് ആ സിറ്റുവേഷനിൽ എവിടെയെങ്കിലും കിട്ടിയത് വലിയ കാര്യമാണ്. പലർക്കും അതുപോലും കിട്ടാണ്ടുള്ള അവസ്ഥ വരെയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ശോകം വരുന്നു. ആ ഒരു ദിവസം ഇറങ്ങിയല്ലേ നമ്മൾ ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ ഓരോ വർഷകാലം വരൂലേ, മഴ സീസൺ വരുമ്പോൾ പേടിയാണ്. ദൈവമേ വെള്ളം കയറുമോ, ഓരോ ഡാം തുറക്കണ് അല്ലെങ്കിൽ പിള്ളേർക്ക് മുടക്ക് കിട്ടണമെന്നൊക്കെ പറയുമ്പോൾ അന്ന് ക്ലാസ്സില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പം ക്ലാസ്സില്ല,
റെഡ് അലർട്ടാണ് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേനും ഭയങ്കര നമുക്ക് ടെൻഷനാണ്. ഞാനിപ്പോൾ കൊച്ചിയിലായിരുന്ന സമയത്ത് എൻ്റെ കല്യാണം കഴിഞ്ഞിപ്പോൾ പോയല്ല, ഞാൻ ഇവിടുന്ന് പോയി. അഷ്ടമിച്ചരയിൽ ഇപ്പോൾ വെള്ളം കയറില്ല. പക്ഷേ ഞാൻ കൊച്ചിയിലായിരുന്ന സമയത്ത് മമ്മി വിളിക്കുമ്പോൾ പറയും ആലോ വെള്ളം കയറണമെന്നൊക്കെ പറയുന്നുണ്ട്, എന്താവോ സാധനങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ എടുത്തു വെക്കണം എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ടെൻഷൻ. എന്താണ് ഇനി എങ്ങനെയാണ് വന്നതെന്ന് പറയാൻ പറ്റൂല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് അപ്പോഴത്തേനും എല്ലാവരും ഇൻഡിപെൻഡൻസ് ഡേയുടെ കാര്യങ്ങളൊക്കെ ഇട്ട്. പക്ഷെ അപ്പം എനിക്ക് മനസ്സിൽ വന്നത് ഈ ഒരു ദിവസമാണ് കേട്ടോ. ശരിക്കും ഇന്നത്തെ കാലാവസ്ഥയും എത്രത്തോളം ഈ വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. അത്യാവശ്യം നല്ലൊരു മഴക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ ലൈഫിൽ ഇന്നത്തെ ഒരു ദിവസത്തിന് ഭയങ്കര ഒരു ഇതുണ്ട്. കുറേ കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് അവിടെ മുതലാണ്. ഞങ്ങൾ ഒരുപാട് സാധനങ്ങളൊക്കെ നശിച്ചുപോയി. തിരിച്ചു വന്നപ്പോൾ മുമ്പുണ്ടായിരുന്ന വീട് എല്ലാം തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേനും ഞങ്ങളുടെ നാട് തന്നെ ഇങ്ങനെ എല്ലാം ഉണ്ടായിപ്പോയി. കാരണം ഈ നല്ല ഭംഗിയുള്ള പച്ച പിടിച്ച പുല്ലുകളൊക്കെ ഇല്ലേ, ചീഞ്ഞ അവസ്ഥയായി. വെള്ളം കെട്ടി നിന്ന് ചെളി പിടിച്ച് ചീഞ്ഞ അവസ്ഥയായി. വീട്ടിലുണ്ടായിരുന്ന ചെടികൾ കംപ്ലീറ്റ് പോയി. പിന്നെ നമ്മുടെ വീടിൻ്റെ അകത്തിൻ്റെ കാര്യം ഇവർ പറയേ വേണ്ട. ഒരാളല്ല കേട്ടോ, പലവരുടെയും കാര്യമാണ്. കുറേ പേരുടെ വീടിനൊക്കെ ഭയങ്കര ഇതൊക്കെ പറ്റി, പൊട്ടലും ഇതൊക്കെ വീണ് കുതിർന്നിട്ടൊക്കെ ഉള്ളൊരവസ്ഥയിൽ കുറേ പേരുടെ സാധനങ്ങൾ നശിച്ചു. എല്ലാ സാധനങ്ങളും ഒഴുകിപ്പോയി. ഒരുപാട് എന്താ പറയുക, ഒരുപാട് പേർക്ക് ഒരുപാട് നഷ്ടങ്ങളൊക്കെ സംഭവിച്ചൊരു വർഷമായിരുന്നു അത്. പിന്നീട് ഒരുപാട് നമുക്ക് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. മണ്ണിടിച്ചിൽ ഇതൊക്കെ നടന്നെങ്കിലും ഇപ്പം ഓരോ മഴ സീസൺ വരുമ്പോഴത്തേനും ഡാം തുറക്കണത് വെള്ളം വരണമെന്ന് കേൾക്കുമ്പോൾ ഇപ്പം പേടിയാണ്. സത്യം പറഞ്ഞാൽ പേടിയാണ്. അന്ന് ഫ്രണ്ട്സ് സന്തോഷം അങ്ങനെ ഒരു മൈൻഡായിരുന്നെങ്കിൽ ഇന്ന് ഫാമിലി അങ്ങനെ ഒരു ഇതിലേക്ക് മാറി. ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് 7 വർഷം കൊണ്ട് വന്നു. അങ്ങനെ എനിക്കെല്ലാവരോടും പറയാനുള്ളത്, കിട്ടുന്ന സമയം സന്തോഷിക്കുക. കുറേ കൂട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ കുറേ സമ്പാദിച്ച് വെച്ചിട്ട് നമുക്കത് ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിലോ, ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറിയൊരു ദുരന്തമോ വലിയൊരു ദുരന്തമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉള്ളതൊന്നും ആസ്വദിക്കാനും പറ്റില്ല. ഉള്ള ജീവിതം ഒന്നും ഉണ്ടാവില്ല. അപ്പം കിട്ടുന്ന സമയം ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും നമ്മുടെ ബന്ധുക്കളൊക്കെ ആയിട്ടും എല്ലാവരെയായിട്ടും സന്തോഷത്തോടെ സമാധാനത്തോടെ എല്ലാവരും ജീവിക്കുക. അതിനപ്പുറത്തേക്ക് കൂടുതൽ ആലോചിക്കാതിരിക്കണം നല്ലത്. കുറേ സമ്പാദിച്ച് കുറേ കൂട്ടി വെച്ചിട്ട് ചിലപ്പോൾ ഒന്നും ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൽ നല്ലതല്ലേ പറ്റുന്ന സമയം ഫാമിലിനായിട്ടൊക്കെ സ്പെൻഡ് ചെയ്ത് ഉള്ളത് വെച്ച് സന്തോഷമായിട്ട് അങ്ങോട്ട് ജീവിക്കുക. അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, ബൈ.